ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EDPയിലെ എൻ്റർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസെ കുറിച്ചാണ്. അതിൽ നമ്മൾ DICയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ SSI യൂണിറ്റ്സിന് കിട്ടുന്ന ടാക്സേഷൻ ബെനിഫിറ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് സർക്കാർ സ്ഥാപനങ്ങളെയാണ്. ഒന്ന് TCO ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ് ആൻഡ് കിൻഫ്ര നമുക്ക് കേട്ടതാണ്, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആദ്യം TCO എന്താണെന്ന് നോക്കാം. ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ. ദ IDBI ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടുക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് TCOs ഇൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അതായത് രാജ്യത്തിലെ പല ഭാഗങ്ങളിലും ഈ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? IDBIയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൂടിച്ചേർന്നിട്ടാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് കൺസൾട്ടൻസി സർവീസസ് ടു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. അതായത് വളരെ കുറഞ്ഞ ചിലവിൽ, റീസണബിൾ കോസ്റ്റിൽ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ TCOയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻ്റർപ്രണർക്ക് വേണ്ട ഇപ്പോൾ മാർക്കറ്റിങ് അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഏരിയകളിൽ എന്തെങ്കിലും എന്താ പറയുക ടെക്നിക്കൽ സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനാണ് ആരുള്ളത്? ഈ TCOs ഉള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് TCOs ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് TCSും അതിൻ്റെ ആക്ടിവിറ്റീസും. ഓക്കെ, അതിൽ ആദ്യം പറയുന്നത് ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവീസ്. ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ സർവേ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇൻഡസ്ട്രികളിൽ ഏത് ഇൻഡസ്ട്രിക്കാണ് കൂടുതൽ സ്കോപ്പ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ബിസിനസ്സുകൾക്കാണ് സ്കോപ്പ്, മറ്റു അതുമായി ബന്ധപ്പെട്ട സർവേകളാണ് ആദ്യമായിട്ട് അവർ ചെയ്തു കൊടുക്കുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് ഓരോ എൻ്റർപ്രണർക്കും താങ്ങാവുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആ എൻ്റർപ്രണർക്ക് അനുസരിച്ചുള്ളൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് പ്രോജക്ട്സ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റുകളുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഇവാലുവേഷൻ അവർ ചെയ്തു തരും. അതുപോലെ തന്നെ EDPs കണ്ടക്ട് ചെയ്യുക. EDPs എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. എന്തിനാണ്? പുതിയ എൻ്റർപ്രണേഴ്സിനെ കണ്ടെത്താനും അവരെ ഡെവലപ്പ് ചെയ്യാനും. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ്. നമുക്ക് ഓഫീസ് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോ, അല്ലെങ്കിൽ പിന്നെ HR അല്ലെങ്കിൽ മറ്റു പേറോൾ സംവിധാനത്തിൽ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോ, അതുപോലെ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് ടെക്നോളജി പരമായിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അതും നമ്മുടെ TCO സഹായിക്കും. ആൻഡ് അസിസ്റ്റിംഗ് ഇൻ മോഡേണൈസേഷൻ. അതായത് ഒരു ബിസിനസ്സിനെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി അറേഞ്ച് ചെയ്യാനും നമ്മുടെ TCO എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ഥാപനമാണ് കിൻഫ്ര. നമുക്കൊക്കെ പരിചയമുള്ള നമ്മളൊക്കെ നാട്ടിലുള്ള സ്ഥാപനങ്ങളാണ് കിൻഫ്ര എന്ന് പറയുന്നത്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിൻഫ്രയുണ്ട്. ഓക്കെ, ആ കിൻഫ്ര എന്താണ്, അതിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1993. 1993 ആദ്യമായിട്ട് കിൻഫ്രകൾ സ്ഥാപിക്കുന്നത്. ആൻഡ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രീസ് ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പാർക്സ്, ടൗൺഷിപ്സ്, ഇൻഡസ്ട്രിയൽ സോൺസ് എക്സെട്ര. അതായത് നമുക്ക് ബിസിനസ് ചെയ്യാൻ ഒരു ബിൽഡിംഗ് ഇല്ലയെന്ന് വിചാരിക്കുക. പല ആൾക്കാർക്കും സ്വന്തമായി ബിൽഡിംഗ് ഉണ്ടാവും, അതുകൊണ്ട് വാടക കൊടുക്കണ്ട. ഇനി വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് വാടകയ്ക്കായിട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നമുക്ക് കഴിയുന്നില്ല, നമുക്ക് കുറച്ച് സ്ഥലം വേണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബിൽഡിംഗ് വേണം എന്ന് കിൻഫ്രയോട് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്രൊപ്പോസലൊക്കെ അനലൈസ് ചെയ്ത് നല്ല ബിസിനസ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഐഡിയാസൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ ആര് തരും? കിൻഫ്ര പ്രൊവൈഡ് ചെയ്യും. അതാണ് പറയുന്നത് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രീസ്. നമുക്ക് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ഇനി ഇൻഡസ്ട്രിയൽ പാർക്കിലും ആണെങ്കിൽ അവിടെ സ്ഥലം, അല്ലെങ്കിൽ ടൗൺഷിപ്പുകളാണെങ്കിൽ അങ്ങനെ, അതുമല്ല സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ EPZs ഉണ്ട്, അവിടെ വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എന്താണോ ഫെസിലിറ്റീസ് വേണ്ടത്, ലാൻഡാണോ ബിൽഡിംഗ് ആണോ
അത് നമുക്ക് ഈ കിൻഫ്ര എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. കിൻഫ്ര ഈസ് ഡെവലപ്പിംഗ് ദ ഇൻഡസ്ട്രിയൽ പാർക്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദ റീജിയൻ. ഒരു റീജിയനിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് കിൻഫ്ര എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ പാർക്കുകളും മറ്റു ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ആ പാർക്കിൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രികളുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ഇൻഡസ്ട്രികളുണ്ട്. ഒക്കെ എന്താണ്, അവിടെ നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് ലാൻഡ് വേണമെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ് വേണമെങ്കിൽ ബിൽഡിങ്ങിൽ ഇത്ര സ്ഥലം വേണമെങ്കിൽ അത്ര, ഒക്കെ നമുക്ക് പറയുന്ന രീതിയിൽ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് കിൻഫ്ര നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അത്രയാണ് കിൻഫ്രയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇതേ ഏരിയയിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് 2019 ചോദിച്ച ചോദ്യമാണ്. 2019 ചോദിച്ച മറ്റൊരു ചോദ്യം ഇൻസെൻറ്റീവ്സ് എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിറ്റ്കോ, കേരള ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, അത് ചോദിച്ചൊരു ചോദ്യമാണ് 2019. അതുപോലെ തന്നെ MSMEയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് 2019 ചോദിച്ച മറ്റൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് MSMEയുടെ ഇമ്പോർട്ടൻസ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് അവൈലബിൾ ഇൻ ഇൻഡസ്ട്രീസ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണ്, സബ്സിഡി എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് MSME ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SSI യൂണിറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് കിറ്റ്കോ നമ്മൾ തൊട്ട് മുമ്പ് ചർച്ച ചെയ്തതാണ്. വാട്ട് ഈസ് DIC, ഇത് നമ്മൾ ചർച്ച ചെയ്തു. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് DIC, അതും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഡിസ്കസ് ദ ഫേസസ് ഓഫ് ഇൻവോൾവ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ ബിസിനസ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്ക് അതാണ്. ഒരു മെയിൻ essay ക്വസ്റ്റ്യൻ ആണ് എന്ത്, സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ ബിസിനസ്. എങ്ങനെയാണ് ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.